കുറച്ച് ബുക്സൊക്കെ കാണിച്ചു തരാനായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിൽ ഞാൻ സാധാ പേജസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിന് 2 പേജ് ജേണലിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ബബിൾ സെൻറ്റാങ്കിൾ ആർട്ട് പോലത്തെ ഒരു കവർ പേജാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിലും ഞാൻ ജേണലിങ് തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ടൊരു ബുക്കാണ്. ഇതിന് ഞാൻ ജേണൽ ഹട്ട് എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിലും 2 പേജ് തന്നെയാണ് കേട്ടോ ജേണലിങ്ങിനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ എഫോർ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കളർ പേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഞാനൊരു ബൈൻഡ് ചെയ്തിട്ടുള്ള ബുക്കാണ്. ഇത് ഞാൻ സ്കൂളിൽ ബൈൻഡ് ചെയ്തതാണ്. എഫോർ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ കവർ പേജായിട്ട് ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ ഡെക്കറേഷനായിട്ട് യൂസ്. അടുത്തതായിട്ട് ഞാൻ എൻ്റെ പഴയൊരു ഡ്രസ്സിൻ്റെ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് കവർ ചെയ്തതാണ്. ഈ ബുക്ക് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചതായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ കവർ പേജ് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പഴയൊരു ഡ്രസ്സിൻ്റെ കവർ പേജ് ആക്കി. അടുത്തത് ഒരു ഹോമിൻ്റെ ഒരു ഡോർ പോലെയൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കൂളിൻ്റെ മെമ്മറി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് എഫോർ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ ഞാൻ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പടക്കളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ ആൽഫബറ്റിക്സ് ഓർഡറിൽ ഞങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്തത് ഞാൻ എൻ്റെ ജീൻസിൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പാർട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ കവർ പേജ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഏറ്റവും ആദ്യത്തെ ബുക്ക് പെയിൻറ്റിങ്ങിന് ചേർന്നപ്പോൾ പക്ഷേ യൂസ് ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള പേജസ് ഉപയോഗിച്ച് ചെയ്തതാണ്. വലിയ പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. അടുത്തത് ഞാനൊരു എഫോർ ഷീറ്റ് യൂസ് ചെയ്തിട്ട് സ്കൂളിൽ തന്നെ ബുക്ക് പെയിൻറ്റിങ്ങിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബുക്ക് പെയിൻറ്റിങ്ങിന് ചേർന്നപ്പോൾ അതിന് ചെയ്തതാണ്. ഇത് ഞാൻ കവർ പേജ് വരച്ച് ചെയ്തതാണ്, ഒരു സെൻറ്റാങ്കിൾ ആർട്ട് പോലെ. അപ്പോൾ ഇതിൽ അമ്മ വരച്ച 2-3 പിക്കൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് സാരി എടുത്ത പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഇതാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഞാൻ ഉണ്ടാക്കിയതോ ഡെക്കറേറ്റ് ചെയ്തതൊന്നുമല്ല. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ലോക്കൽ ബുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പേജസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കട്ടിൻ്റെ ഡ്രോയിങ്ങിനൊക്കെ പറ്റും. അടുത്തത് ഒരു മൾട്ടി കളർ പോലത്തെ ഒരു ബുക്കാണ്. ഇതിലത്തെ പൂമ്പാറ്റ ഞാൻ ഹാൻഡ് എംബ്രോയിഡറി ആയിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ പേജിൻ്റെ ബോർഡറുകളിലൊക്കെ ഞാൻ ഓരോ കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു വെൽവെറ്റിൻ്റെ തുണി വെച്ച് കവർ ചെയ്തതാണ്. ഇതിലും ഞാൻ ബട്ടർഫ്ലൈ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും കുറച്ച് ബീഡ്സിന് മുത്ത് പോലത്തെ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കണ്ട സിനിമകളുടെ പേരും അതിൻ്റെ കുറച്ചൊരു ഷോർട്ട് പോലത്തെ സംഭവം എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അടുത്തത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തൊരു ബുക്കാണ് കേട്ടോ. ഇത് ഞാൻ പുറമേ നിന്ന് വാങ്ങിച്ചതാണ്. ജീൻസ് ഉപയോഗിച്ച് പോക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. ഇത് ഞാൻ സോങ്സ് ഒക്കെ എഴുതാനായിട്ട് യൂസ് ചെയ്ത ഡയറിയാണ്. ഇത് ആപ്പ കൊടുന്ന് തന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ വെൽവെറ്റ് തുണികൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് വെറുതെ അങ്ങനെ സാധാ പോലെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ കവർ പേജൊക്കെ. അടുത്തത് ഇത് മൾട്ടി കളറാണ്. പക്ഷേ എനിക്ക് ഫ്രണ്ടിൻ്റെ ആ ഒരു പർപ്പിൾ ഭാഗം ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ കുറേ ബോർഡർ ഐഡിയാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒരു ബുക്കാക്കിയെന്ന് മാത്രം. അപ്പോൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യൂ.